ചാനലിന്റെ ഓണറിനൊക്കെ കേസും കൊടുക്കാൻ പറ്റത്തു. സോ അത്രയും സീരിയസ് ഇഷ്യൂ ആണോ? സോ മനസ്സിലാക്കുക ഗൈസ്. ഓക്കെ, സോ നമുക്ക് പറ്റാക്കാൻ വേണ്ടി എല്ലാവർക്കും ഫോട്ടോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് നൈട്രജനും പെട്രോളും വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. രണ്ടും ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ഈസ് അവർ നമ്പർ 1 പ്രയോറിറ്റി. നമ്മുടെ ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ സേഫ്റ്റി നമ്മൾ ആദ്യം നോക്കാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്രോളിനെ നമുക്ക് ഐസും കട്ടയാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് പെട്രോൾ എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡിനെ നമ്മൾ ഒരു ഖരരൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ പെട്രോൾ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഒഴിക്കാൻ പോകുകയാണ്. ഇന്നത്തെ എക്സ്പെരിമെന്റ് നല്ലൊരു പ്രത്യേകതയുണ്ട്. ഇത് ആരും തന്നെ അനുകരിക്കരുത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളോ ആരും തന്നെ ഇത് അനുകരിക്കരുത്. അനുകരിച്ച അപകടങ്ങൾ വരുത്തി വെച്ചാൽ ഇമ്പോർട്ട് ഉത്തരവാദിയായിരിക്കുന്നതല്ല. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അനുകരിക്കരുത്. നല്ലൊരു എക്സ്പെരിമെന്റ് ആയിട്ട് കാണാം, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇതുപോലത്തെ M4Tech പോലത്തെ ചാനൽസ്, അതായത് എക്സ്പെരിമെന്റ് വീഡിയോസ് ചെയ്യുന്ന ചാനൽസിന് ഇൻസ്പയർ ആയിക്കൊണ്ട് ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിനുപരി ഒരുപാട് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സോ ഈ അടുത്തൊരു ട്രെൻഡിങ് ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മളെ മറ്റേ ഒരു ബോട്ടിലൊക്കെ സ്പ്രേ അടിച്ചിട്ട് തീയൊക്കെ വെച്ചൊരു സംഭവമല്ലേ ഗൈസ്, അത് ഭയങ്കര ഡേഞ്ചർ ആണ്. പല യൂട്യൂബ് ചാനൽസും കണ്ടിട്ടുണ്ട്. സോ എടുത്ത് പറയാനാണെങ്കിൽ നമ്മൾ അൺബോക്സിന്റെ ചാനൽ കണ്ടിട്ടുണ്ടോ? സോ എടുത്ത് പറയാൻ മാത്രം അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? സോ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണ്. കാരണം ഈ അൺബോക്സിംഗ് പോലത്തെ യൂട്യൂബ് ചാനൽസിലൊക്കെ മെയിൻലി അവരുടെ ഏകദേശം ഭൂരിഭാഗം അവരുടെ ഓഡിയൻസ് പറഞ്ഞ ഫുൾ ചിൽഡ്രൻസ് ആയിരിക്കും. സോ കുട്ടികളായിരിക്കും. സോ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പ് പോലും തരാതെ പല ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും ഡേഞ്ചറസ് ആയി വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ എനിക്കൊന്നേ പറയുള്ളൂ, ഇതൊക്കെ യൂട്യൂബിൽ ഓൾറെഡി യൂട്യൂബ് ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒരുപാട് ഡേഞ്ചറസ് ആയ കണ്ടന്റ് യൂട്യൂബിനെ റിമൂവ് ചെയ്യേണ്ട വീഡിയോസ്. അതിനുപരി ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിലുള്ള വീഡിയോസ് ആയിരിക്കും. സോ എക്സ്പെരിമെന്റ് വീഡിയോസ് മൊത്തം എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ കണ്ട് അനുകരിക്കുന്നതോട് എനിക്കൊന്നേ പറയുള്ളൂ, ഇങ്ങനത്തെ ചാനൽസ് അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ് ക്രിയേറ്ററിന് സ്വയമേ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് അനുകരിച്ചാറില്ലെങ്കിൽ പറ്റാല് ഈ ഒരു ചാനലും അതിന്റെ ഓണർ അഡ്മിനായി ഞാനും ഇതിന് ഉത്തരവാദികളായിരിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് അതിൽ ഇൻസ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ സോ നിങ്ങൾക്ക് പോയോക്കെ. സോ നിങ്ങൾക്ക് പോയോക്കെ. സോ മാക്സിമം സേഫ്റ്റി നോക്കിയിട്ട് ചെയ്യോക്കെ. സോ ഒരുപാട് കൊച്ചു കുട്ടികളെ ചെയ്യാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മെയിൻലി ഫോക്കസ് എടുത്ത് പറഞ്ഞാൽ മറ്റേ സ്പ്രേന്റെ ഒരു വീഡിയോ ഒക്കെ. സോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഒരു സ്പ്രേ ഒക്കെ തീയിലേക്ക് ഇട്ട് പൊട്ടി കഴിച്ചേണ്ട അവസ്ഥ ഒക്കെ മനസ്സിലാവും. സോ ജീവൻ വരെ അപകടത്തിലാൻ ചാൻസ് ഉണ്ടോ? സോ മാക്സിമം സേഫ് ആയിരിക്കും. എനിക്ക് അത്ര പറയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുതിർന്നവരുടെ സഹായത്തോട് കൂടി സേഫ്റ്റി എടുത്ത് മാത്രം ചെയ്യും. അവരവരുടെ സേഫ്റ്റി ഗ്ലൗസ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് അവർ ചെയ്യണം. സോ അവർക്ക് അതിന്റെ ബാക്കിൽ ഒരുപാട് ടീംസ് ഉണ്ടാക്കും. സോ നമ്മൾ പോയാണ്ട് അവർ ചെയ്യണല്ലാണ്ട് നമ്മൾ ഒരു ഊഹത്തിലാണ് ചെയ്ത കാരണം സോ നമുക്ക് എന്തെങ്കിലും പറ്റിയ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ നിങ്ങൾ മനസ്സിലാക്കും. സോ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് മുതിർന്നവരുടെ സഹായത്തോട് മാത്രം ചെയ്യും. പിന്നെ ചെയ്യുമ്പോൾ സേഫ്റ്റി എടുക്കുക. പിന്നെ വീഡിയോ ഇങ്ങനത്തെ പറയാൻ ഉദ്ദേശിക്കും. പിന്നെ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് ചെയ്യാതിരിക്കും. അങ്ങനത്തെ വീഡിയോസ് ഫുൾ എഡ്യൂക്കേഷൻ മാത്രമായിട്ട് എടുക്കുക, എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് മാത്രം എടുക്കും. സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാൻ ആ ചാനലിന്റെ ഓണറിനൊക്കെ കേസും കൊടുക്കാൻ പറ്റത്തു. സോ അത്രയും സീരിയസ് ഇഷ്യൂ ആണോ? സോ മനസ്സിലാക്കുക ഗൈസ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാക്കാൻ വേണ്ടി പിന്നെ വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ചു. സോ അങ്ങനത്തെ ഒരു വിഷയം ഒരുപാട് പേര് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് എന്തായാലും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്. സോ മാക്സിമം ലൈക്ക് അടിച്ചു. ബൈ ബൈ.